Yeah. Protection body പോയതേ ലോകത്തെ സെക്ഷൻ ആയതേ ക്രിമിനൽ അഭിഭാഷക അഡ്വക്കേറ്റ് ആരതി രാജ് അന്തരിച്ചു. കേരളക്കരയുടെ ഒരു ചാണക്യ തന്നെയായിരുന്നു ആരതി രാജ്. ഏതൊരു പ്രതിയെ നിരപരാധിയാക്കാനും ഏതൊരു നിരപരാധിയെ പ്രതിയാക്കാനും കഴിവുള്ള ആരതി രാജ് നാസയിലേക്ക് ബസ് നോക്കി നിൽക്കെ തലയിൽ തേങ്ങ വീഴാതിരിക്കാൻ റോഡിലെ കുഴിയിലേക്ക് ചാടി മരിക്കുകയായിരുന്നു. നല്ലൊരു ഫ്ലോയിലങ്ങ് വന്നതായിരുന്നു, അതും കളഞ്ഞ്. എടി ഉറക്കത്ത് കിടന്ന് തോന്നിവാസം കാണിക്കാതെ. എടി ഞാൻ എന്തോ ചെയ്തിരുന്നു നിന്നെ? നീ എന്ത് ചെയ്തെന്നോ? നീ ഇത് കാണ്. നീ ഇന്നലെ രാത്രി കാട്ടിക്കൂട്ടിയതൊക്കെ നോക്ക്. Can I remind you something? It is quite on becoming an officer. I pity you for the dirty game you have എടി ഇത് പ്രാക്ടീസ് അല്ലേ, കോർട്ടിൽ കയറുമ്പോൾ വിറക്കരുതല്ലോ. പ്രാക്ടീസ് ആയിരുന്നു. അതായിരുന്നു. ചെയ്തോട്ടോ. കോട്ടി കയറാനോ നിനക്ക് യോഗമില്ല. പ്രാക്ടീസ് ചെയ്. ഞാനേ വേറെ റൂം നോക്കാം. എടി എടി പോവല്ലേ, അവളുടെ ഒരു കോടതി. ഒരു ചായ ഇട്ടോ? നന്ദഗോപാൽ മലരെ കുടിക്കണ്ട. പൊട്ടി. ആരതി വക്കീലേ, കേസൊന്നുമില്ലേ? ആടാ, നീയൊക്കെ വക്കീലെന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ തന്നെ ആലോചിക്കുന്നത്. എടാ, ക്ലച്ച് പിടിക്കാനും മാത്രമുള്ള കേസൊന്നും വരുന്നില്ല. എൻ്റെ സാറിനൊരു കേസ് വന്നിട്ടുണ്ട്, പക്ഷെ പുള്ളി അത് എടുക്കുന്നില്ല. എന്താ? എൻ്റെ സാർ അങ്ങനെ തോക്കുന്ന കേസൊന്നും എടുക്കാറില്ല. ഓ, പിന്നെ ഇത് കുറച്ച് ഗൗരവം പിടിച്ചുള്ള കേസാണ്. എടാ നീ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. നിനക്ക് ഇവിടുത്തെ MLA അറിയില്ലേ? പുള്ളിക്കാരൻ്റെ അളിയൻ ഒരു പാർട്ടിക്കാരനാ. അയാളെ പിടിച്ചടിച്ച് ചെയ്തോ പോലീസുകാരൻ്റെ സസ്പെൻഷൻ കേസാണ്. അയാൾ നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ഞാൻ വേണേ നിനക്കൊന്ന് മുട്ടിച്ചു തരാം, നീ നോക്ക്. എടാ, കാര്യം എനിക്ക് കോടതി കയറാൻ ഇഷ്ടമൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു കേസ് അത് വേണോ? എന്തായാലും നീ ഒരു വക്കീൽ, നീ എത്ര നാളെന്ന് പറഞ്ഞോണ്ടാ ഈ ചില്ലറ കേസും കള്ളച്ചെക്ക് കേസും ഒക്കെ നോക്കുന്നേ? 4 പേര് അറിയുന്ന ഒരു കേസ് എടുക്ക് നീ. നീ ഇവിടെ നിൽക്കി, ഞാൻ ഇളഞ്ഞോട്ട് പറഞ്ഞുവിടാം. നീ നിക്ക്, നമുക്ക് സെറ്റാക്കാം. എടാ എടാ, എടാ. ആക്കാം. ഇനിയിപ്പോ എന്താ ചെയ്യ? അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ എടി, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചേ. എടി, കാര്യം പറയാനല്ലാതെ ചിരിച്ചു കളിക്കാൻ നീ എന്നെ നോർമൽ കോൾ ചെയ്തില്ലല്ലോ. പെട്ടെന്ന് കാര്യം പറയാൻ എനിക്ക് ന്യൂസ് ടൈമായി. ഒരു കാര്യം വെച്ച് നോക്കിയാൽ നിനക്ക് കുറച്ച് ശ്രദ്ധ കിട്ടാൻ സാധ്യതയുള്ള കേസാണ്. പിന്നെ ആ പോലീസുകാരൻ്റെ കഷ്ടകാലവും. എന്താടി അങ്ങനെ ഒരു ടോക്ക്? എടി, നീ ഈ കേസെടുത്ത എന്തായാലും അയാളുടെ ജോലി പോവും. പക്ഷെ എൻ്റെ വീട്ടിൽ നീ എങ്ങനെ ഈ കേസെടുത്ത് അയാളെ വല്ലതും തൂക്കിക്കൊല്ലുവെന്നാണ്. നിന്നെ വിളിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, വെച്ചിട്ട് പൊടി. എടി, ചൂടാവല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ ഏതായാലും കേസ് എടുക്കാം, നമുക്ക് നോക്കാം. ശരി, എന്നാ എനിക്ക് ഈ ന്യൂസിന് ടൈമായി, ഞാൻ പോവാണ്. പിന്നെ വിളിക്കാം. ആ ശരി. ഓക്കെ, ബൈ. ആരതി വക്കീലല്ലേ? അതെ. ഞാനേ ഹരി വക്കീൽ പറഞ്ഞിട്ട് വരും. എടോ, തൻ്റെ കേസേ നമുക്ക് നാളെ സംസാരിക്കാം. എനിക്കൊരു പ്രധാനപ്പെട്ട കേസിന്റെ ഹിയറിംഗ് ഉണ്ട്. അല്ല, നാളെ കാണെങ്കിൽ വക്കീൽ നമ്പർ തരൂ. നാളെ ഇതേ സ്ഥലം ഇതേ സമയം. അപ്പൊ ശരി. എടി, നിനക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു കേസാണ്. അതും എടുക്കാതെ ഒരുമാതിരി പോലീസുകാരനെ കണ്ട് പേടിച്ചൊടി വന്നിരിക്കുകയാണ് ഒരു വക്കീല്. എടി, അത്രയൊക്കെ പെട്ടെന്ന് കേട്ടിട്ട് അയാളെ കണ്ടപ്പോൾ പേടിച്ചു പോയതല്ല, എന്തോ ഒരു ഇത്, അതാ പെട്ടെന്ന് പോയത്. സാരമില്ല, അയാളിപ്പോൾ ഇതിൽ നല്ല വക്കീലിനെ കണ്ടിട്ടുണ്ടാവും. മോളെ, തൽക്കാലം ഈ കോടതി കയറാനുള്ള ആഗ്രഹമല്ലേ, അതങ്ങ് മാറ്റി വെച്ചേരെ. അപ്പൊ നീ പറയുന്ന അയാളെ തിരിച്ചു വരുത്തില്ലെന്നാണോ? എടാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അയാൾ നിന്റെ ഓട്ടം കണ്ട് ഇപ്പം എന്തായാലും പുതിയ വക്കീലും തപ്പി പോയിട്ടുണ്ടാവും. അയാൾ ഇനി വരത്തില്ല. എന്നാലും വക്കീലേ, ഹായ്. എന്നെ മനസ്സിലായോ? ഇന്നലെ വരാൻ പറഞ്ഞു. ആ, ഓർമ്മയുണ്ട്. അതെ, നമുക്ക് പുറത്തു പോയിരുന്ന് സംസാരിച്ചാലോ? ഓക്കെ. ചായ
തൻ്റെ പേരെന്താ? ശ്രീരാജ്. തൻ്റെ കേസിൻ്റെ കാര്യം ഹരി എന്നോട് പറഞ്ഞായിരുന്നു. എന്നെപ്പോലത്തെ ഒരു വക്കീലിനത് മതി. പക്ഷേ എനിക്ക് കേസ് കുറച്ചും കൂടെ പഠിക്കണം. എതിർഭാഗത്തിന് ലൂപ്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രശ്നമുള്ളത് സാക്ഷികളുണ്ട്. സാക്ഷികളോ? സ്റ്റേഷനിലെ പോലീസുകാരനെ അയ്യോ, അപ്പോൾ അവർ കൂടെ നിൽക്കത്തില്ലേ തൻ്റെ? കാക്കിയിടേണ്ടത് തന്നെ ഉള്ളൂ. കതർ കണ്ട അവന്മാർ ഫാദർ വരെ മാറ്റി പറയും. എടോ, അത് പ്രശ്നമാവുമല്ലോ. എന്തായാലും ഞാൻ നോക്കട്ടെ. എനിക്ക് കേസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം. വക്കീലെ, പൈസ ഞാൻ കൊടുത്തോളാം. ഐ എം പ്രൗഡ് ഓഫ് മീ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്ലയൻറ്റ് കുടിച്ച ചായയുടെ പൈസ കൊടുക്കുന്നത്. എടി, ഇന്നലത്തെ നിന്റെ ഓട്ടം കണ്ടിട്ടും അയാൾ കറങ്ങി തിരിഞ്ഞ് നിന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ സംതിങ് ഇസ് ഫിഷി. എന്ത് ഫിഷി? ഒരു ഫിഷിയില്ല. ആ, എങ്കിൽ പിന്നെ പുള്ളി ഏത്തിയസ്റ്റ് ആയിരിക്കും. ഏത്തിസ്റ്റോ? അതെന്തോ? അത് ഈ ദൈവം പോലും കൂടിയില്ലെന്ന് തോന്നിയതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് കറങ്ങി വന്നത്? ഇതേ പെണ്ണെ, ഒന്നാമത് തന്നെ പൊളിഞ്ഞിരിക്കുവോ? വെറുതെ നിന്റെ ചാനലിൽ ഒരു വാർത്തയാക്കാൻ നിൽക്കല്ലേ നീ? എടി ചുമ്മാ, നീ ഒരു വക്കീൽ ഫീ ഒക്കെ അയാളോട് പറഞ്ഞ് അയാൾ ഊറ്റി കുറച്ചാൾ ജീവിക്കും. ആ, അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. പക്ഷെ എന്നാലും എന്തൊരു പേടിയടി. എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഒരു പോലീസുകാരനല്ലേ. എന്തായാലും നാളെ നോക്കാം. ആരതി വക്കീലല്ലേ? അതെ, ആരാ? എൻ്റെ പേര് ദയാനന്ദൻ. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെ അറിയാം. മേഡത്തിനറിയാൻ വഴിയില്ല. അതുകൊണ്ടാണല്ലോ മേഡം ഈ കേസ് ഏറ്റെടുത്ത്. തോക്കാൻ പോകുന്ന കേസാ മുള്ള ഇത്. ക്യാഷിനും അതോ പേരിനും? എടി കൊച്ചേ, ഇപ്പോൾ ഞാൻ കേസ് കൊടുക്കാൻ വിളിച്ച കോളുകളുടെ കൂട്ടത്തിൽ 1-2 കോളുകളൂടെ ചെയ്താൽ അവനെ അങ്ങ് തട്ടിത്തെറിപ്പിക്കാം. കാണണോ നിനക്ക്? പക്ഷെ വേണ്ട, പുതിയ പയ്യനല്ലേ, ഞാനങ്ങ് വിട്ടേക്കാം. നീ ഒരു കാര്യം ചെയ്യ്, അവനോട് ചെന്ന് പറ എൻ്റെ കാല് വന്ന് പിടിക്കാൻ. അല്ലാതെ ഈ സമയത്ത് കോടതി കയറി വായി വരുന്നതൊക്കെ വിളിച്ച് പറയാനാണ് ഉദ്ദേശമെങ്കിൽ അവൻ്റെ കരിയർ തീർത്ത പോലെ നിന്റെ കരിയറിലെ ആദ്യത്തെയും അവസാനത്തെയും കേസായിരിക്കും ഇത്. ഓർത്തു വെച്ചു. ദയാനന്ദ സാറേ, സസ്പെൻഡ് ചെയ്യാൻ എനിക്കിപ്പോൾ ജോലിയില്ല. അതുകൊണ്ടിപ്പോൾ ഞാൻ 2 തന്നാലും സാറിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ചെയ്യാനൊക്കെ ഒരുപാടുണ്ടാ. എലക്ഷൻ ടൈമായിപ്പോയി. അത് നിന്റെ ഭാഗ്യം. എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്നെ ഞാൻ നല്ലോണം ഒന്ന് കാണുന്നുണ്ട്. വാടാ. വക്കീൽ പേടിച്ചോ? അയ്യേ, ഞാനോ? ഇതൊക്കെ ചെറുതല്ലേ. ഞാൻ ഇതിലും വലുത് കണ്ടിട്ടുണ്ട്. അല്ല, താൻ എന്തിനാ അയാളെ തല്ലിയേ? വക്കീൽ വാ, പറയാം. വക്കീലെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച ജോലിയൊന്നല്ല ഇത്. എൻ്റെ അച്ഛൻ 28 വർഷം ജോലി ചെയ്ത സ്റ്റേഷനാണ്. അച്ഛൻ മരിച്ചപ്പോൾ ആ സെൻറ്റിമെൻസിൽ എനിക്ക് ആ ജോലി കിട്ടി. ഇത്രയും കാലം അച്ഛൻ എങ്ങനെ ഉമ്മാരുടെ മുന്നിൽ പിടിച്ചു നിന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. എന്നിട്ട് ഇപ്പം എനിക്ക് ഈ ജോലി വളരെ ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ പെങ്ങളുടെ ഫീസ്, അവളുടെ കല്യാണം, പിന്നെ കുറേ സാമ്പത്തിക പ്രശ്നങ്ങൾ. വക്കീൽ എങ്ങനെയാണ് എന്നെ കേസൊന്നും ഒഴിവാക്കി തരണം. എടോ, താൻ എന്തിനാ അയാളെ തല്ലിയെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഒരു ദിവസം ഇയാളുടെ ഒരു പാർട്ടിക്കാരനെ സ്റ്റേഷനിലോട്ട് പിടിച്ചോണ്ട് വന്നു. എന്തോ അടിപിടി കേസാ, FIR ഇട്ടതുവാ. ഇയാൾ വന്നിട്ട് അവനെ ഇപ്പം ഇറക്കി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, SI സാർ ഇപ്പോൾ ഇവിടെ ഇല്ല, സാറ് പോന്ന്. അപ്പൊ ആ നായിന്റെ മോൻ എന്നോട് ചോദിക്കും, നിന്റെ തന്ത്രം വകയാണോ സ്റ്റേഷനെന്ന്. ഞാൻ പിടിച്ച് 1 കൊടുത്തു. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്ത സ്റ്റേഷനല്ലേ, എൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവില്ലേ, ഞാൻ കൊടുത്തു. അത് കണ്ടു നിൽക്കാൻ കുറെ പോലീസുകാരും. വക്കീല് വാ. ചെയ്യണ്ട. എടോ, അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. കേസ് പിൻവലിക്കാൻ നമുക്കതൊന്ന് നോക്കിയാലോ? എങ്ങനെ? താൻ ചെറുതായിട്ട് അയാളുടെ അടുത്ത് മാപ്പ് പറയണം. കൂടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ തനിക്ക് ജോലി കിട്ടാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. വക്കീലിന് കേസ് വാദിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അവന്റെ കാല് പിടിച്ചിട്ടുള്ള ജോലി ഒന്നും എനിക്ക് വേണ്ട. എടോ, വേണ്ടായിരുന്നു. എടി, നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വക്കീലാണെങ്കിലേ മനസാക്ഷി പാടില്ല. നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തെ? എടി, അയാളുടെ കഥ കേട്ടപ്പോൾ റിലേറ്റഡ് ആയിട്ട് തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ഛനും വക്കീലല്ലായിരുന്നോ, അതുകൊണ്ടല്ലേ ഞാൻ ഈ ഫീൽഡിൽ വന്നത്. പക്ഷേ അയാൾ എന്നെപ്പോലെ അല്ലടി.
അയാൾക്ക് അയാളുടെ ജോലി വൃത്തിക്ക് ചെയ്യാനറിയാം. എടി എടി എന്താ? അയാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നീ എൻ്റെ കൂടെ നിൽക്കുമോ? ഞാനെന്ത് ചെയ്യാനാണ്? ആ ദയാനന്ദൻ വൻ സീനാണ്. എടി ഞാൻ നിന്റെ കൂടെയാണ് താമസമെന്ന് അയാൾ വല്ല അറിഞ്ഞാലുണ്ടല്ലോ. ദൈവം ഇനി അറിഞ്ഞു കാണോ? എനിക്കാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അയാളുടെ കൂടെ ഒരു ഇൻ്റർവ്യൂ ഉള്ളതാണ്. നീ ഒന്ന് പോയേ. ഓഹോ, നീ ഇപ്പം അയാളുടെ കൂടാണല്ലേ? അല്ലേലും എനിക്കറിയാം, ഒരു എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ 2 സൈഡും ഉറിഞ്ചിക്കൊണ്ടിരിക്കുന്ന ടീമല്ലേ പോളിറ്റിക്സ് മീഡിയ. എൻ്റെ ശ്രീരാജൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. വേണ്ട വേണ്ട, ആരും വേണ്ട. ഞാൻ മേടിച്ചു കൊടുത്തോളാം ജോലി. ആരുടെ ശ്രീരാജേട്ടൻ? അല്ല, അത് പിന്നെ എടി മോളെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ സംതിങ് ഫിഷി സാധനമല്ലേ, അത് ശരിക്കും അവനല്ല, നിനക്കാ. ഒന്ന് പോയേടി. എനിക്ക് അയാളുടെ അടുത്ത് പ്രേമൊന്നുമില്ല. അയാളുടെ കഥ കേട്ടപ്പോൾ ഉള്ളൊരു സിമ്പതി മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ആ ഉള്ളൂ. ആ, കോളെടുക്ക്. കുറച്ച് സിമ്പതിയും കൂടെ കൊടുക്ക്. എടി ഹലോ ഹലോ. വക്കീൽ അങ്ങനെ പറഞ്ഞത് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് കേട്ടപ്പോ ദേഷ്യം വന്നു. അതാണ് കേട്ടോ, സോറി. അയ്യേ, ഞാനതൊക്കെ എപ്പോഴും വിട്ടടോ. തൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അച്ഛനൊരു വക്കീലായിരുന്നടോ. വലിയ ഫേമസ് ഒന്നും അല്ല, പക്ഷെ എന്തോ എൻ്റെ റോൾ മോഡലായിരുന്നു. അങ്ങനെയാ ഞാൻ വക്കീലാവാൻ തീരുമാനിച്ചത്. എനിക്ക് എൻ്റെ അച്ഛനെക്കാട്ടിലും വലിയൊരു വക്കീലാവണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിന് മാഡത്തിന് എന്താ ഇപ്പോ ലൈഫ് സെറ്റ് അല്ലേ? ഓഫീസ് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ തിരക്കല്ലേ? അതെ അതെ. എന്നാ വെച്ച് നീട്ടുന്നില്ല. ശരി, എന്നാ ഗുഡ് നൈറ്റ്. അനു, മോളെ അനു. അനു, നിനക്ക് എന്താടി? എടി, നീ പറഞ്ഞ പോലെ എന്തോ സംതിങ് ഫിഷി. അവനാ? അവനല്ല, എനിക്ക് എന്തോ ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. തീരെ മനസ്സിലായില്ല കേട്ടോ. പോയി കിടന്ന് ഉറങ്ങടി. എടി, അവനെങ്ങനെ ഒരു ജോലി മേടിച്ചു കൊടുക്കണോടി? അതിനെന്തോ ചെയ്യും? അതിന് നല്ലൊരു ഐഡിയ ഉണ്ട്. നീ ഈ കേസ് വിടണം. അവൻ വേറെ ആരെങ്കിലും വെച്ചാൽ ജയിച്ചോളും. ഞാനത് ആലോചിക്കാതില്ല. ഒന്നോർത്താ അതും ശരിയല്ലേ? എൻ്റെ പൊന്നു മോളെ, ഒന്ന് പോയി കിടന്നുറങ്ങ്. എനിക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ട് നിന്റെ ശത്രുവായിട്ട്. പൊടി പട്ടി. വക്കീലെ, സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ വക്കീലാണ്, പേടിക്കാനൊന്നുമില്ല. ഓക്കെ അല്ലേ? ചേട്ടൻ 2 ലൈം. ഒന്നും വേണ്ട ചേട്ടാ, ക്യാൻസൽ. എന്തു പറ്റി മുഖമല്ലായിരിക്കുന്നത്? ഇന്നലെ കണ്ട സന്തോഷമൊന്നുമില്ലല്ലോ. എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ, നമുക്ക് സോൾവ് ചെയ്യാം. എടോ, ഞാൻ നല്ലൊരു വക്കീലല്ലടോ. എനിക്ക് കേസ് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒപ്പോണൻ്റ് ഭയങ്കര സ്ട്രോങ്ങാണ്. തൻ്റെ ജോലി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത്രയും നാളും പറയാതിരുന്നത് തൻ്റെ അടുത്തുനിന്ന് ഫീസും വാങ്ങി ഫുഡും അടിച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ദയാനന്ദനെ പോലെ ഒരാളുടെ എഗൻസ്റ്റ് ബാധിച്ചൊരു വക്കീൽ എന്നുള്ള പേരിനും വേണ്ടിയിട്ടാണ്. ശ്രീ, എനിക്കറിയാം തനിക്ക് എന്നെ തല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന്. താൻ വേണമെങ്കിൽ എന്നെ ഒന്ന് പൊട്ടിച്ചോ. ഐ എം സോറി. എടോ, താൻ്റെ കാണിക്കുന്നേ? എടോ, ആൾക്കാർ നോക്കുന്നു. വക്കീലെ, എനിക്ക് ഈ പണിയല്ലാതെ വേറൊരു പണി അറിയത്തില്ല. വക്കീൽ ഫീസ് എത്ര വേണമെങ്കിലും മേടിച്ചോ, എൻ്റെ സസ്പെൻഷൻ ഒന്ന് മാറ്റിത്താ. എടോ, താനൊന്ന് സമാധാനിക്ക്. നമുക്ക് വഴിയുണ്ടാക്കാം. ഈ ജോലി കിട്ടിയപ്പോൾ അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ എത്ര സന്തോഷമായെന്നറിയോ? എൻ്റെ കല്യാണം പോലും നടക്കത്തില്ല. എടോ, ഈ ജോലി പോയ പോട്ടെ, തന്നെ ഞാൻ നോക്കിക്കോളാം. അതിന് നിനക്ക് ജോലി ഉണ്ടാവും. അത്
എടോ താനിങ്ങനെ കരയാതെടോ. വക്കീൽ പറഞ്ഞ പോലെ ആ നാരുടെ കാലുവേ പിടിച്ച എല്ലാം സോൾവ് ആവുമോ? എനിക്കെൻ്റെ ജോലി തിരിച്ചു കിട്ടുമോ? അത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. എന്നിട്ട് അയാളുടെ മുമ്പിൽ ചെന്ന് മാസം കാണിച്ചിട്ട് അതുമല്ല, ഈ ജോലിക്ക് വേണ്ടി അയാളുടെ കാലൊന്നും പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഹലോ, ഹലോ, പറയടി. ഞാൻ കുറച്ച് തിരക്കില്ല. നിനക്കെന്താ തിരക്ക്? ഞാൻ വിളിച്ചതേ ചിലപ്പോൾ നിനക്കൊരു സന്തോഷവാർത്ത കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ? എടി നിനക്കിപ്പോൾ എന്താ സന്തോഷം? ശ്രീരാജന് ജോലി കിട്ടുന്നതല്ലേ, അത് ചിലപ്പോൾ തിരിച്ചു കിട്ടും. നീ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറ. അതെന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദയാനന്ദൻ്റെ കൂടെയാണ് ഇൻ്റർവ്യൂ എന്ന്. അപ്പോൾ നടന്നൊരു സംഭവം. ക്രൂ ഔട്ട്. അനുഷ റെഡി? ഓക്കെ അല്ലേ? ഓക്കെ. ക്യാമറ റോളിംഗ്. ആക്ഷൻ. സർ, നിങ്ങളൊരു രാഷ്ട്രീയ വിഷയം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അവനൊക്കെ ഇപ്പോഴും പേടിയാ. ഇലക്ഷന് പാട്ടുപാടി തോക്കുമെന്നറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പൊക്കി പിടിച്ചോണ്ട് വരുന്നതാ. പക്ഷേ CK കുഞ്ഞിക്കണ്ണൻ സർ പറയുന്നത് സർ ഒരു കറകളഞ്ഞ മണ്ടനാണ്. അതുകൊണ്ട് തന്നെ സാറിന് ഇലക്ഷനെ പറ്റി യാതൊരു ടെൻഷനില്ലെന്നാണ് പറയുന്നത്. CK കുഞ്ഞു അവനെന്തും പറയാലോ. അതെ, ഈ ക്ലിപ്പ് എന്ത് വന്നാലും പുറത്തു പോകരുത്. അതിപ്പോ എന്തായാലും പിള്ളേരെ ട്രോളാക്കി കാണും സർ. ഇപ്പോൾ ഒരു ട്രോൾ മെറ്റീരിയൽ ആവാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ മാത്രമല്ല, പാർട്ടിയെ കൂടെ അത് ബാധിക്കും. അങ്ങനെയാണെങ്കിൽ സർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യേണ്ടി വരും. കൊച്ചെന്തോ ഉദ്ദേശിക്കുന്നേ? സംതിങ് ഫിഷയുടെ കാര്യം ഞാനങ്ങ് പറഞ്ഞു. എടി മോളെ പൊളിച്ച്. നീ ഷാനിയെ പോലെയോ ലക്ഷ്മിയെ പോലെയോ വലിയൊരു ന്യൂസ് റീഡർ ആവും. അത് പിന്നെ ആണല്ലോ. നീ വലിയ ഡയലോഗ് അടിക്കാതെ അവനോട് പോയി കാര്യം പറ. ആ, ഞാൻ വിളിക്കാവേ. ഓക്കെ, ശരി. ആ, ഓക്കെ. താൻ വിഷമിക്കണ്ട, തനിക്കിപ്പോൾ ഒരു കോൾ വരും. സാർ വിളിക്കുന്നു. ഹലോ സർ. ഓക്കെ സർ. താങ്ക് യു സർ. താങ്ക് യു. ഇല്ല സർ. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. വക്കീലെ, ഇതെങ്ങനെ? എനിക്ക് KD വക്കീൽ എന്നൊരു പേരും കൂടി ഉണ്ട്. ഈ ജോലി ഇല്ലെങ്കിലും എന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞത് സീരിയസ് ആണോ? തനിക്കിപ്പോൾ ജോലി കിട്ടിയില്ലേ, ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ താൻ എന്നെ നോക്കിക്കോ. ഒരു വീട്ടിലെ ഒരു പോലീസും വക്കീലുള്ള നല്ലതാ. അമ്മയെ പോയി കൺവിൻസ് ചെയ്തോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. നമുക്കൊരു സെൽഫി എടുത്താലോ? ഒബ്ജക്ഷൻ ഗ്രാൻറ്റഡ്.